അത് അമിത ആത്മവിശ്വാസത്തിൻ്റെയോ അല്ല അഹങ്കാരത്തിൻ്റെയോ ഭാഗമായിട്ടൊന്നും പറയല്ല. നമ്മളൊക്കെ ഇനിയും കാണേണ്ടവരാണല്ലോ. ഇതിനു മുമ്പ് നമ്മളൊക്കെ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നവരാണ്. ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് പെട്ടെന്ന് വന്നവരല്ല. 2021 LDF ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ ലഭിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് നേടി ഏറ്റവും മികച്ച വിജയം ബേപ്പൂരിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതേതോ ഒരു വ്യക്തിയുടെ വിജയമല്ല, ഇതേതെങ്കിലും ഒരു മുന്നണിയുടെ വിജയമല്ല, ബേപ്പൂരിലെ ജനങ്ങളുടെ വിജയമായിരിക്കും അത്. ഒന്ന്, തമ്മിലടിയില്ലാത്ത ഒരു സർക്കാർ തന്നെ കേരളത്തിൽ തുടരണം, അത് LDF സാധിക്കൂ എന്ന ചിന്താഗതി. രണ്ട്, LDF സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ, കഴിഞ്ഞ 10 വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങൾ, അതും വലിയ മതിപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ബേപ്പൂർ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഈ 10 വർഷക്കാലം നടന്നിട്ടുണ്ട്. പക്ഷെ ഒന്ന് എടുത്തു പറയേണ്ടതുണ്ട്. ദേശീയപാത 66 യാഥാർത്ഥ്യമായി, കോഴിക്കോട് ബൈപ്പാസ് യാഥാർത്ഥ്യമായത്. കോഴിക്കോട് ജില്ലയിലും മലബാറിലും വലിയ നിലയിൽ ഇടതുപക്ഷത്തിന് അനുകൂല വോട്ടായി മാറുന്നു. അതിലേറ്റവും മികച്ച നിലയിൽ ഗുണം ചെയ്യാൻ വേണ്ടി പോകുന്ന മണ്ഡലം ബേപ്പൂർ മണ്ഡലമായിരിക്കും. ഒരു കാലത്ത് മുടങ്ങിപ്പോയ പദ്ധതിയായിരുന്നു കോഴിക്കോട് ബൈപ്പാസ് ഉൾപ്പെടെ NH 66. അത് LDF സർക്കാർ വന്ന് യാഥാർത്ഥ്യമായി. കേരളത്തിലാകെ അതിൻ്റെ ഗുണമുണ്ടാകും, കോഴിക്കോട് ജില്ലയിലും മലബാറിലും ഗുണമുണ്ടാകും. എന്നാൽ അതിൽ ഏറ്റവും ഗുണം അനുഭവിക്കുന്ന ജനങ്ങൾ ബേപ്പൂരിലെ ജനങ്ങളാണ്. അത് LDF കൂടുതൽ കരുത്ത് പകരും. നമസ്കാരം. ഒടുവിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ മുഹമ്മദ് റിയാസ് ബേപ്പൂരിൽ പ്രചരണ പരിപാടികൾക്ക് ഇറങ്ങിയിരിക്കുന്നു. സംസ്ഥാന സർക്കാർ സ്വന്തം ചിലവിൽ പൂർത്തിയാക്കിയ ദേശീയ പാതയുടെ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മുഹമ്മദ് റിയാസ് ഇക്കുറി ബേപ്പൂരിൽ വോട്ട് തേടുന്നത്. സുസ്ഥിരമായ, തമ്മിലടിക്കാത്ത ഒരു സർക്കാർ രൂപം കൊടുക്കുന്നതിന് LDF സർക്കാരിനെ ഇടതുമുന്നണിക്ക് സാധിക്കൂ എന്ന് ബേപ്പൂരിലെ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു, കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. കൂടാതെ 10 വർഷത്തെ ഭരണവും ഈ സർക്കാർ തന്നെ വീണ്ടും അധികാരത്തിൽ വരണം എന്ന് ബേപ്പൂർ നിവാസികളും കേരളവും ഒരുപോലെ ചിന്തിക്കുന്നു. അതുകൊണ്ട് യാതൊരു തരത്തിലും ഞങ്ങൾക്കൊരു സംശയമില്ല, കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും എന്നാണ് മുഹമ്മദ് റിയാസ് ബേപ്പൂരിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തുറന്നു പറഞ്ഞത്. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് എവിടെ നിന്നെങ്കിലും ഓടി വന്നതല്ല ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പരോക്ഷമായി മുഹമ്മദ് റിയാസിനെതിരെ മത്സരിക്കുന്ന PV അൻവറിന് ഒരു താങ്ങ് കൊടുക്കാനും മുഹമ്മദ് റിയാസ് മറന്നില്ല. ഒരു കാലത്ത് ദേശീയപാത പ്രവർത്തനം നടക്കുമ്പോൾ പലയിടങ്ങളിലും വിണ്ട് പൊളിഞ്ഞ് തകർന്നടിയുന്ന സന്ദർഭത്തിൽ ദേശീയപാതയുടെ നിർമ്മാണത്തിൽ കേരളത്തിന് യാതൊരു തരത്തിലും പങ്കില്ല എന്നാണ് അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും തുറന്നടിച്ചത്. എന്നാൽ ദേശീയപാത പൂർത്തിയാകുന്നതോടുകൂടി ഇപ്പോൾ കേരളത്തിന്റെ ചെലവിലാണ് ദേശീയപാത പൂർത്തീകരിച്ചിരിക്കുന്നത്. അത് കേരളത്തിൽ വലിയ സഞ്ചാര സ്വാതന്ത്ര്യമാണ് നേടിക്കൊടുത്തിരിക്കുന്നത്, സമയലാഭമാണ് നേടിക്കൊടുത്തിരിക്കുന്നത്, കേരളത്തിന്റെ വികസന പാതകളാണ് ബേപ്പൂരിലൂടെ കടന്നു പോകുന്നത്. ഇത് തന്നെ വലിയ വികസനമല്ലേ എന്നൊക്കെയാണ് മുഹമ്മദ് റിയാസ് ചോദിക്കുന്നത്. ഈ വികസനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ജനങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് തെല്ലും അഹങ്കാരമില്ല, അമിത അഹങ്കാരമോ ആത്മവിശ്വാസമോ അല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മണ്ഡലത്തിൽ നടത്തിയിരിക്കുന്ന വികസനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മുഹമ്മദ് റിയാസ് വോട്ട് ചോദിക്കുന്നത് എന്ന് തന്നെയാണ് റിയാസ് വ്യക്തമാക്കിയത്. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് എവിടെ നിന്നെങ്കിലും ഓടി വന്നുകൊണ്ട് ജനങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നവരല്ല ഞങ്ങൾ എന്ന് മുഹമ്മദ് റിയാസ് സാക്ഷ്യം ചെയ്യുമ്പോൾ PV അൻവർ മുഹമ്മദ് റിയാസിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുമെതിരെയായി, പിണറായിസത്തിനും മരുമോനിസത്തിനും എതിരെയായി പ്രസംഗിച്ച വാക്കുകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ജനങ്ങളോട് ഞാൻ വരുത്തനല്ല എന്ന് തന്നെയാണ് ബേപ്പൂരിൽ മുഹമ്മദ് റിയാസ് ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പറഞ്ഞത്. മുഹമ്മദ് റിയാസ് മാധ്യമങ്ങൾക്ക് മുന്നിൽ തങ്ങളുടെ നേട്ടങ്ങളെ തുറന്നടിച്ചുകൊണ്ട് സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. അപ്പോ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് നോമിനേഷൻ നൽകുന്ന ഈ നിമിഷം വരെ വോട്ടർമാരോട് വോട്ടഭ്യർത്ഥിച്ച അനുഭവം ആവേശകരമാണ്, ഏറെ കരുത്ത് നൽകുന്നതാണ്. കഴിഞ്ഞ 5 വർഷം ബേപ്പൂർ മണ്ഡലത്തിലെ ജനങ്ങൾക്കൊപ്പമായിരുന്നു. വീണ്ടും സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് ജനങ്ങൾക്കിടയിലേക്ക് ചെല്ലുമ്പോൾ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ഘട്ടത്തിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, തമ്മിലടിയില്ലാത്ത ഒരു സർക്കാർ തന്നെ കേരളത്തിൽ തുടരണം, അത് LDF സാധിക്കൂ എന്ന ചിന്താഗതി. രണ്ട്,
LDF സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ, കഴിഞ്ഞ 10 വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങൾ, അതും വലിയ മതിപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ബേപ്പൂർ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഈ 10 വർഷക്കാലം നടന്നിട്ടുണ്ട്. ഇപ്പോൾ പൊതുവെ ജനങ്ങളത് വലിയ നിലയിൽ താല്പര്യത്തോടെ കാണുകയാണ്. അതിൽ ഓരോന്നും ഞാൻ പറയുന്നില്ല, ഇതുപോലൊരു സമയത്ത് പറയണില്ല, നമുക്ക് ഇനിയും സമയമുണ്ട്. പക്ഷെ ഒന്ന് എടുത്തു പറയേണ്ടതുണ്ട്. ദേശീയപാത 66 യാഥാർത്ഥ്യമായി, കോഴിക്കോട് ബൈപ്പാസ് യാഥാർത്ഥ്യമായത്. കോഴിക്കോട് ജില്ലയിലും മലബാറിലും വലിയ നിലയിൽ ഇടതുപക്ഷത്തിന് അനുകൂല വോട്ടായി മാറുന്നു. അതിലേറ്റവും മികച്ച നിലയിൽ ഗുണം ചെയ്യാൻ വേണ്ടി പോകുന്ന മണ്ഡലം ബേപ്പൂർ മണ്ഡലമായിരിക്കും. കാരണം രാമനാട്ടുകരയിൽ നിന്നാണ് 2 ഭാഗത്തേക്കുള്ള റോഡുകൾ യാഥാർത്ഥ്യമായത്, 2 റീച്ചും. രാമനാട്ടുകരയിൽ നിന്നും വെങ്ങളത്തേക്ക് കോഴിക്കോട് ബൈപ്പാസ് യാഥാർത്ഥ്യമായതോടുകൂടി അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ബേപ്പൂർ മണ്ഡലത്തിലെ ജനങ്ങളാണ്. കാരണം ഈ ബൈപ്പാസ് ഇല്ലായിരുന്നെങ്കിൽ പ്രധാനപ്പെട്ട വാഹനങ്ങളൊക്കെ കോഴിക്കോട്ടേക്ക് എത്തുക അല്ലെങ്കിൽ വടക്ക് ഭാഗത്തേക്ക് പോവുക ബേപ്പൂർ മണ്ഡലത്തിലെ റോഡുകളിലൂടെയാണ്. രാമനാട്ടുകര, ഫറൂഖ് പേട്ട, ഫറൂഖ് ചുങ്കം, ഫറൂഖ് പേട്ട, ചെറുവണ്ണൂർ, അരീക്കാട്, മീഞ്ചന്ത, അങ്ങനെയാണ് പോവുക. ഈ ബൈപ്പാസ് ഇല്ലാത്തൊരു സ്ഥിതിയാണെങ്കിൽ, ആ വാഹനമൊക്കെ ഈ റോഡിലൂടെ പോവുകയാണെങ്കിൽ എന്താവുമായിരുന്നു നമ്മുടെ നാടിൻ്റെ സ്ഥിതി? ആ പ്രദേശത്തുള്ളവർക്ക് വാഹനവുമായി പുറത്തിറങ്ങാൻ വേണ്ടി പറ്റാത്ത സ്ഥിതിയായിരുന്നു ഉണ്ടാവുക. ഒരു കാലത്ത് മുടങ്ങിപ്പോയ പദ്ധതിയായിരുന്നു കോഴിക്കോട് ബൈപ്പാസ് ഉൾപ്പെടെ NH66. അത് LDF സർക്കാർ വന്ന് യാഥാർത്ഥ്യമായി. കേരളത്തിലാകെ അതിൻ്റെ ഗുണമുണ്ടാകും, കോഴിക്കോട് ജില്ലയിലും മലബാറിലും ഗുണമുണ്ടാകും. എന്നാൽ അതിൽ ഏറ്റവും ഗുണം അനുഭവിക്കുന്ന ജനങ്ങൾ ബേപ്പൂരിലെ ജനങ്ങളാണ്. അത് LDFന് കൂടുതൽ കരുത്ത് പകരും. രാമനാട്ടുകരയിൽ നിന്നും മലപ്പുറം ജില്ല കടന്ന് തൃശ്ശൂർ എത്താൻ ഇപ്പോൾ 1.5 മണിക്കൂർ മതി. നേരത്തെ 5 മണിക്കൂർ വേണം. രാമനാട്ടുകരയിൽ നിന്നും കോഴിക്കോട് കടന്ന് കൊയിലാണ്ടി എത്താൻ നേരത്തെ മണിക്കൂറുകൾ വേണം, ഇപ്പോൾ 10-15 മിനിറ്റ് മതി. ബേപ്പൂർ മണ്ഡലത്തിലെ ഒരു വ്യക്തിക്ക് പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ പോകണമെങ്കിൽ നേരത്തെ മണിക്കൂറുകൾ എടുക്കുമായിരുന്നു. ഇപ്പോൾ കോഴിക്കോട് ബൈപ്പാസ് വന്നതോടുകൂടി മെഡിക്കൽ കോളേജിൽ വേഗത്തിലെത്താം, കോഴിക്കോട് നഗരത്തിൽ വേഗത്തിലെത്താം. ഇത് ഏറ്റവും അധികം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. വീടുകളിൽ പോകുമ്പോൾ ആളുകൾ എടുത്തു പറയുകയാണ്. ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ഇത് എടുത്തു പറയുകയാണ്. അപ്പോൾ കോഴിക്കോട് ബൈപ്പാസ് യാഥാർത്ഥ്യമായത് മുടങ്ങിപ്പോയ പദ്ധതി, UDF ഭരണകാലത്ത് മുടങ്ങിപ്പോയ പദ്ധതി, ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിച്ച്, ദേശീയപാതയ്ക്ക് വേണ്ടി പണം ചെലവഴിച്ച്, സംസ്ഥാന സർക്കാരിന് കൂടി ഇച്ഛാശക്തിയുടെ ഭാഗമായി യാഥാർത്ഥ്യമായ കോഴിക്കോട് ബൈപ്പാസ് ഏറ്റവും അധികം LDFന് ഗുണം ചെയ്യാൻ വേണ്ടി പോകുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് ബേപ്പൂർ നിയോജക മണ്ഡലമായിരിക്കും. അത് പൊതുവെ ഇപ്പൊ തന്നെ ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. വ്യക്തിപരമായി തോന്നുന്നുണ്ടോ? അതൊക്കെ ജനങ്ങൾക്ക് ഇപ്പോൾ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ആ ജനങ്ങൾ തന്നെ നിശ്ചയിക്കും. ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്, ഒരു സംശയമില്ല. അത് അമിത ആത്മവിശ്വാസത്തിൻ്റെയോ അല്ല അഹങ്കാരത്തിൻ്റെയോ ഭാഗമായിട്ടൊന്നും പറയല്ല. നമ്മളൊക്കെ ഇനിയും കാണേണ്ടവരാണല്ലോ. ഇതിനു മുമ്പ് നമ്മളൊക്കെ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നവരാണ്. ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് പെട്ടെന്ന് വന്നവരല്ല. 2021 LDFന് ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ ലഭിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് നേടി ഏറ്റവും മികച്ച വിജയം ബേപ്പൂരിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതേതോ ഒരു വ്യക്തിയുടെ വിജയമല്ല, ഇതേതെങ്കിലും ഒരു മുന്നണിയുടെ വിജയമല്ല, ബേപ്പൂരിലെ ജനങ്ങളുടെ വിജയമായിരിക്കും അത് എന്ന് ഞാനിവിടെ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നു.